ഗൈസ്, എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ. രാവിലെ തന്നെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ചെറുപയറിന്റെ കറിയും വരുന്നത്. ചിന്നു ആണെങ്കിൽ ഇവിടെ പോളിങ് തുടങ്ങിയിട്ടുണ്ട്. പൊന്നു പുഴുങ്ങിയ മുട്ട കഴിക്കൂല, അതുകൊണ്ട് അവൾക്ക് മുട്ട പൊരിച്ച്. ഞാനാണെങ്കിൽ 2-3 പൂരി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് പൂരി കാണാത്ത വിധത്തിൽ ചെറുപയറിന്റെ കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അയച്ച് നമുക്ക് ഇതുപോലെ നമ്മുടെ പണി തുടങ്ങാം. എണ്ണ അധികം കുടിക്കാത്തതുകൊണ്ട് തന്നെ പൂരി കഴിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ പുഴുങ്ങിയ മുട്ടയെത്തി. അങ്ങനെ അതിന് പുറത്തയച്ച് ആ മുട്ട കൂടെ ഞാൻ അകത്താക്കി. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് നല്ല അസാധ്യമായിട്ടുള്ള മണം വരുന്നത്. പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചതാണ് കേട്ടോ. കടുക്ക പൊരിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ അപ്പോഴത്തേക്ക് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു ഗ്ലാസ് കൊണ്ടു തന്ന് അത് കുടിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് ഞാൻ നല്ലോണം പോയി കിടന്നുറങ്ങി. പിന്നെ അമ്മ ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. ചോറിനാണെങ്കിൽ ഏട്ട മുളകിട്ട കറിയും നമ്മുടെ കടുക്ക പൊരിച്ചതും ഉണ്ടായിരുന്നു. കടുക്ക പൊരിച്ചതിനാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്. വൈകിട്ടാണെങ്കിൽ വീട്ടിൽ കുഞ്ഞേച്ചി മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ തക്കാളി മുറുക്ക്. അങ്ങനെ അത് കഴിച്ചു. അവർ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചിന്നു ഇതാ പോവാൻ ഇറങ്ങി കേട്ടോ. അവള് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് വന്നതായിരുന്നു. 2 ദിവസമേ നിന്നുള്ളൂ. ഇതാ തിരിച്ചു പോവാണ്. അതിന് പുറകെ ആയിട്ട് കുഞ്ഞേച്ചി മക്കളും പോയിട്ടോ. എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. ടാറ്റാ.